ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം സൗവ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് ഗൈസ്. ബിക്കോസ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുക നോക്കിയേ. പക്ഷേ ഈ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയിട്ട് കുറച്ച് കാലമായി. എന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇത് കിട്ടിയത്. അറൗണ്ട് നവംബർ ഡിസംബർ ഒക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഇതുവരെയും ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ഇടയ്ക്ക് പനിയായി, പിന്നെ ഇടയ്ക്ക് നടുവേദന എന്തോ വന്ന്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പരിപാടി വരും. അങ്ങനെ അത് പോസ്റ്റ്പോണായി പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾക്കറിയാമല്ലോ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നെങ്കിൽ തന്നെ അത് നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസും അങ്ങനെ ചെയ്യുന്ന പോലെ അത് കുറച്ച് ടഫാണ്. ബിക്കോസ് അതൊരു ലോങ് ഫോമാറ്റ് കോണ്ടന്റ് ആണ്. ആൻഡ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ലോങ് ഫോമാറ്റ് കോണ്ടന്റിൽ കയറുന്നത് തന്നെ. ബിക്കോസ് ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ റീൽസും എല്ലാം ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ബിഗ് ബോസ് കാരണമാണ് എനിക്ക് ഈ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത് തന്നെ. കിട്ടാൻ കാരണം മേ ബി ബിക്കോസ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യില്ലായിരുന്നു. ആ റീൽസ് എടുത്ത് ഞാൻ ഷോർട്സ് ഇടുമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട് നിഹാലും, നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണ്. നമുക്ക് പണ്ടേ കുറേ യൂട്യൂബ് പ്ലാൻസ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് നമുക്ക് ആദ്യം കുറച്ച് ഷോർട്സ് എല്ലാം ഇട്ട് തുടങ്ങാൻ. നമ്മൾ മുമ്പ് ഇപ്പം നിങ്ങളെടുത്ത് നോക്കിയാലും ഒരു ഫസ്റ്റ് വീഡിയോ ഒരു 2-3 വർഷം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ പച്ച പിടിച്ചില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ വിട്ട്. അപ്പം ഞാൻ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബ് ഷോർട്സ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നവരായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വൈനോട്ട് അത് നമുക്ക് യൂട്യൂബ് ഷോർട്സിലിട്ടാൽ എന്താണെന്ന് പറഞ്ഞ് യൂട്യൂബിലും കൂടി ഇട്ട് തുടങ്ങി. അങ്ങനെ ബിഗ് ബോസിലിരുന്ന് എനിക്ക് തോന്നുന്നു കുറേ മുഖപരിചയമൊക്കെ കിട്ടി. എല്ലാം വന്നപ്പം തിരിച്ചിറങ്ങിയ സമയമാണ് ഞാൻ നോക്കിയപ്പം ഒരു ഭയങ്കര സ്പൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് മേ ബി ഒരു 1200 സബ്സ്ക്രൈബേഴ്സ് 1000 ഉണ്ടാകുന്ന പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ 97.5, എന്നിട്ട് 3-4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അത് 100K ആയി. അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും എല്ലായി. പിന്നെ നമ്മൾ വിചാരിച്ചു വൈനോട്ട് ഇനി സമയമായി, ഇനി ലോങ് ഫോമാറ്റ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഹാപ്പിലി ലോങ് ഫോമാറ്റ് വീഡിയോസ് വെച്ച് തുടങ്ങി. അത് തുടങ്ങിയതും എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ കണ്ടും അത് അറിയാലോ. ആ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ കാണും. ബിക്കോസ് നമ്മൾ അങ്ങനെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വെച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാം കാണുമല്ലായിരുന്നു നമ്മളെ ബിഗ് ബോസ് തൊട്ടേ നമ്മളുടെ ജേർണി. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, നമ്മൾ വഴിയാണ് യൂട്യൂബിൽ കൂടുതൽ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് ഇട്ട് തുടങ്ങി നമ്മൾ ഇവിടുത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസുമായി. അപ്പം അതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോസ് ഇടുമായിരുന്നു. അപ്പോൾ അതിനെല്ലാം നല്ല റീച്ച് ഉണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടും ഇങ്ങനെ കയറി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ സിൽവർ പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയത്. പക്ഷെ കയ്യിൽ കിട്ടിയാലും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞില്ല, എനിക്ക് പിന്നെ പനിയായി ഓരോരോ സംഭവങ്ങൾ നടന്നു. ആ സംഭവത്തിൽ നമ്മളൊരു വലിയ ഗ്യാപ്പ് എടുത്തു. എനിക്ക് തോന്നുന്നൊരു 1-2 months, എനിക്കൊരു ജാൻ എന്തോ ഗ്യാപ്പായിരുന്നു, ജാൻ ഫെബ്. ആ സമയം എനിക്കൊരു ഫോറിൻ ട്രിപ്പ് പോകേണ്ടി വന്നായിരുന്നു. ഒരു നല്ല അടിപൊളി ഫോറിൻ ട്രിപ്പ്. അത് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു. നമ്മൾ 5 കൺട്രീസിലൊക്കെ പോയി, ഒരു കൊളാബറേഷൻ ആയിരുന്നു. അപ്പം ആ ഫോറിൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഇനി നമുക്ക് ട്രാവൽ വ്ളോഗ്സ് കിടിലുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് നിഹാലും ഓസ്മോ വാങ്ങിച്ചായിരുന്നു. ഓസ്മോ വാങ്ങിച്ചിട്ട് ഞാൻ അതിലായിരുന്നു വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതിൽ ഞാൻ വ്ളോഗ് ചെയ്യുമായിരുന്നു. വ്ളോഗിങ് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. ബിക്കോസ് നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല. നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മൂമെൻറ്റിലായിരിക്കും. അപ്പം നമ്മൾ മനസ്സിൽ തോന്നുന്നു പക്ഷേ ഇത് നമുക്ക് നമ്മൾ ഓടാ ഇതിങ്ങനെ എടുത്താൽ എങ്ങനെയാണ്, ഇതെടുത്താൽ നമുക്ക് ഇപ്പം ഈ മൂമെൻറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ അത് നല്ലൊരു ഷോട്ട് മിസ്സാവൂലെ. അങ്ങനെ ഞാൻ വിചാരിച്ച് നമ്മൾ കുറേ ഇങ്ങനെ എടുക്കുമായിരുന്നു. അത് ഭയങ്കര ടാക്സിങ് ആയിരുന്നു, ഭയങ്കര പാടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത് കുറേ വീഡിയോ ക്ലിപ്സ് എല്ലാം എടുത്ത് വെച്ച് സെറ്റായി. അങ്ങനെ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പയ്യൻ നിഹാലിൻ്റെ അങ്ങ് ഏൽപ്പിച്ച്. അതിന് നിഹാൽ ഓരോരോ വീഡിയോസായിട്ട് അവൻ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് തുടങ്ങി. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ട്രാവൽ വ്ളോഗാണ്, പിന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പൊളിക്കും, ഇത് നമ്മളൊരു വേറെ ലീഗ് റേഞ്ചിൽ പോകും, ഒരു കിടിലം യൂട്യൂബർ ആവും, ഇത് സ്റ്റാർട്ടായി എല്ലാം ആയെന്ന് അങ്ങനെ വിചാരിച്ചു. പക്ഷെ നമുക്ക് തെറ്റി, നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നിഹാൽ നല്ലപോലെ എഫേർട്ട് ഇട്ട് ഓരോരോ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളത് ഓരോന്നായിട്ട് ഇട്ട് ഇങ്ങനെ ചില 5 കൺട്രീസ് പോയി. അപ്പോൾ 5 കൺട്രീസിൻ്റെ വീഡിയോസ് ഇട്ട് ചിലതെല്ലാം നമ്മൾ പാട്ടായിട്ട്. അപ്പോൾ അറൗണ്ട് 7-8 വീഡിയോസ് ഉണ്ടായിരുന്നു തോന്നുന്നു ടോട്ടലായിട്ട്. അത് നിഹാൽ ഇരുന്ന് നല്ലപോലെ ഇരുന്ന് പാടുവിട്ട് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ആയിരിക്കും. പക്ഷേ നമ്മളത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ട റിസൾട്ട് കിട്ടിയിട്ടില്ലായിരുന്നു.
അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഇട്ട് പക്ഷേ റീച്ചൊക്കെ ഭയങ്കര ഷോറും. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇപ്പം യൂട്യൂബിൽ 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നോട് സെറ്റല്ല. മനസ്സിലായില്ലേ? ആ സബ്സ്ക്രൈബർ കൗണ്ട് നല്ല ആയിരിക്കാം, പക്ഷേ ഇപ്പം നമ്മൾ നല്ല കോണ്ടന്റ് ഇട്ടില്ലെങ്കിലോ അതോ എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് എന്തെങ്കിലും കോണ്ടന്റ് ഇട്ടാലേ കയറുള്ളൂ എന്ന് നമ്മൾ പതുക്കെ റിയലൈസ് ചെയ്ത് വന്നു. കാരണം നമ്മൾ ആ ട്രിപ്പിൻ്റെ വീഡിയോ ചെയ്ത് അത് കഴിഞ്ഞും ഞാൻ എവിടെ പോയാലും കുറേ കഷ്ടപ്പെട്ട് ഓസ്മോലൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഇടുമായിരുന്നു. ഒരു പരിപാടിയുണ്ട്, ഞാൻ പരിപാടിക്ക് പോകും. അപ്പം ഞാൻ ഞാൻ നിഹാൽ മോനോട് പറയും, എടാ മോനെ ഞാൻ പോയുണ്ടല്ലോ നല്ല വ്ളോഗ് ക്ലിപ്സൊക്കെ എടുത്തിട്ട് വരെ സെറ്റ് ചെയ്യാം, മോനെ പെടുത്തിയുള്ള സെറ്റില്ല, അപ്പോൾ നമ്മൾ സെറ്റ് എന്നാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ അത്യാവശ്യം നമ്മൾ കുറേ വീഡിയോസെല്ലാം ഇട്ട്. പക്ഷെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അത് അത്രയും കയറിയിട്ടില്ല. നമ്മൾ സബ്സ്ക്രൈബർ കൗണ്ട് വെച്ച് നോക്കിയാൽ റീച്ച് ഭയങ്കര ലോ ആയിരുന്നു. അപ്പം ഭയങ്കര ലോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്തതല്ലേ. എനിക്ക് നമുക്കിപ്പോൾ 100K പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ആകെപ്പാട് എന്തുവാ കൂടി പോയാൽ കഷ്ടിച്ചൊരു 2K 3K വ്യൂസ് കിട്ടുക. ഇപ്പം ബിഗ് ബോസിൽ നമ്മുടെ ബിഗ് ബോസ് താരങ്ങളോട് ചെയ്യുവാണെങ്കിൽ ചിലപ്പം ഒരു 8, 10, 15K ഒക്കെ പോകും. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ, അപ്പം നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ അവർക്ക് ബിഗ് ബോസിലെ ഓഡിയൻസിനെ കാണും, ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചെയ്തെങ്കിൽ തന്നെ നമ്മൾ അത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ വെച്ച് മാത്രം ചെയ്യാൻ പറ്റൂലല്ലോ. നമുക്ക് നമ്മുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഐഡൻറ്റിറ്റി ഒക്കെ ഇല്ല. യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു സംഭവമാണ്. അതും ഞാൻ ബിഗ് ബോസിൽ പോയോണ്ട് മാത്രം ആ മുഖപരിചയവും എല്ലാ വഴിയും എല്ലാവരും കണ്ട് പരിചയമായതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടി. കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ യൂട്യൂബ് ഷോർട്സ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പം അതിലെല്ലാം മനസ്സിലായി. ഇപ്പോൾ ആൾക്കാർ നോക്കുന്നെങ്കിൽ നെറ്റിൽ നോക്കുന്നെങ്കിൽ യൂട്യൂബിലൊക്കെ റെക്കമെൻഡഡ് ആയിട്ട് വരുമെന്ന് എൻ്റെ വീഡിയോസ്, എൻ്റെ ഫുഡ് വ്ളോഗ്സ് എല്ലാം. അങ്ങനെ ബിഗ് ബോസ് ആണ് അത്രയും സബ്സ്ക്രൈബേഴ്സ് കയറി. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഓക്കെ 100K സബ്സ്ക്രൈബേഴ്സ് ആയില്ല സെറ്റ്, പക്ഷെ അവിടെ തീരുന്നില്ല. ഇപ്പം നമുക്കൊരു നല്ല കോണ്ടന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 1 million സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയ ആൾക്കാർക്ക് പോലും മേ ബി അവർ നല്ലൊരു കോണ്ടന്റ് ഇട്ടില്ലെങ്കിൽ ആ റീച്ച് കിട്ടില്ല. അതാണ് യൂട്യൂബ്. അപ്പം നമ്മളിപ്പോൾ യൂട്യൂബ് വ്ളോഗ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ വി ഹാവ് ടു മേക്ക് ഷുവർ നമ്മൾ നല്ല കോണ്ടന്റ് കൊടുക്കണമെന്ന്. ആൻഡ് ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഭയങ്കര ഫാൻസ് ഉണ്ടാകണം, ഭയങ്കര ഹാർഡ് കോർ ചിലവർക്കൊക്കെ ഉള്ളതല്ല, മനസ്സിലായില്ല. അപ്പം നമ്മൾ എന്തിട്ടാലും അവർ ഫുൾ സപ്പോർട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഫാൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവർ ഇങ്ങനെ കുറേ വീഡിയോസ് ഇട്ട് ആൾക്കാർ കണ്ട് ശീലിച്ച് വരുന്നത്. അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അവരുടെ ഒരു കുടുംബത്തിലൊരു അംഗമാണെന്ന് തോന്നും. അതാണ് പാരസോഷ്യൽ റിലേഷൻഷിപ്പ് എന്നൊരു സംഭവം. അപ്പോൾ പാരസോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും. ഇപ്പം എനിക്ക് നല്ലൊരു പാരസോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോസ്, ഇപ്പം നിങ്ങൾ കണ്ട പഴയ വീഡിയോസ്, ഈ 2-3Kയിലൊക്കെ നിന്നുപോയ വീഡിയോസിനും എല്ലാത്തിനും ഭയങ്കര വ്യൂസ് കിട്ടിയാനായിരുന്നു. അപ്പം എനിക്ക് ആ ടൈപ്പ് ലെവൽ ഓഫ് ഫാൻഡം അങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആ പാരസോഷ്യൽ ബന്ധം എനിക്ക് മനസ്സിലായി. എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നെങ്കിൽ ഞാൻ നല്ല പ്ലാൻ ചെയ്യണം, നല്ല പ്ലാനിങ് വേണം. അതും എന്താ പറയുക, ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കണം, ഒരു വാവ് ഫാക്ടർ വേണം, ഭയങ്കര ഹൈ എൻഗേജിങ് വീഡിയോ ഇടണം. അപ്പം ഞാൻ സാധാരണ കാഷ്വൽ വ്ളോഗ്സ് ചെയ്യുന്നതൊന്നും അത് ആർക്കും കാണാൻ തോന്നുന്നില്ലായിരിക്കും. ബിക്കോസ് അവർക്ക് ആ പാരസോഷ്യൽ ബന്ധം എന്നോട് കാണില്ല. നമ്മൾ മാക്സിമം നല്ല കോണ്ടന്റ് യൂട്യൂബിൽ ഇട്ട് തുടങ്ങും. അപ്പം അതാണ് ഇനി എൻ്റെ അടുത്ത പ്ലാൻ. ഞാനും നിഹാലും കൂടെ തീരുമാനിച്ച് നമ്മളിനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ചാലഞ്ച് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളിങ്ങനെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു പരിപാടിയല്ല, അല്ലെങ്കിൽ എൻ്റെ ഡെയിലി വ്ളോഗ് പോലത്തെ ഒരു ആക്ടിവിറ്റി അല്ല. മേ ബി ഡെയിലി വ്ളോഗും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ കൊണ്ടുവരും ഭാവിയിൽ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അത് ആരിട്ടാലും നല്ലൊരു എക്സിക്യൂട്ട് ചെയ്താൽ അത് കയറും, അങ്ങനെ ഒരു വീഡിയോ എന്നിട്ട് അതിൽ കൂടെ ബിൽഡ് ചെയ്ത് പോകാനാണ് പ്ലാൻ. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ഇതാണ് നമ്മുടെ അടുത്ത ഷോട്ട്. ഇത്രയും ട്രൈ ചെയ്തായിരുന്നു, അപ്പം വർക്കൗട്ട് ആയില്ല. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാണ്. നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്, അത് 1 by 1 ആയിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്കിനി നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്താലോ?
യൂട്യൂബ് സിഇഒന്റെ ലെക്ചറൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഹിയർ വി ഹാവ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. ആൻഡ് ഇതൊരു തുടക്കമാവട്ടെ. സിൽവർ പ്ലേ ബട്ടൺ തീരൂല്ല, ഇനി അടുത്ത ഗോൾഡ് പ്ലേ ബട്ടൺ. ഗോൾഡ് പ്ലേ ബട്ടൺ അടുത്ത ഗോൾഡ് പ്ലേ ബട്ടൺ. അത് കഴിഞ്ഞ പ്ലാറ്റിനം ഡയമണ്ട്. എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ. എന്തായാലും നമുക്ക് അറിഞ്ഞൂടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം നമ്മുടെ ബെസ്റ്റ് കൊടുക്കും. ഇതൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആയിട്ടാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ യൂട്യൂബ് ജേർണീൻ്റെ. താങ്ക് യു സോ മച്ച് യൂട്യൂബ്. ഇനി അടുത്ത കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കിനി Q&A സെഷൻ ചെയ്യാം. അന്ന് ഇത് കിട്ടിയ സമയം ഞാൻ നിഹാൽമോനും കൂടെ ഒരു പ്ലാൻ ഇട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് Q&A കൂടെ ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചോദിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇതുവരെ ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അതെന്തായാലും നമുക്ക് ഇപ്പം ആൻസർ ചെയ്യാം. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ദ പാർട്ട് 2 ഓഫ് ദ വീഡിയോ. ആൻഡ് ഇവിടെ നമ്മൾ Q&A സെഷൻ ചെയ്യാൻ പോകും. അപ്പോൾ മോനെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഒന്നൊന്നായിട്ട് ഓരോ ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിച്ച് സൗമാനോട് ചോദിക്കുന്നുണ്ടാവും. സോ ലെറ്റ്സ് സീ വാട്ട് പീപ്പിൾ ഹാവ് ടു സേ. ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് എവർ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് കുറേ സ്ഥലങ്ങൾ ഇഷ്ടമുണ്ട്. എന്നോട് ഇനി ഒരു Q&A ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്നോട് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ എനിക്ക് പറയാം. അല്ലാതെ ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് എന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ സമയമായിട്ട്. എന്നാൽ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പോഴുള്ള എൻ്റെ ഒരു സാധാരണ ഫുഡ് സ്പോട്ടിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മൾ ട്രിവാൻഡ്രത്ത് ചിലപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഇടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് ഓൾഡ് സ്പൈസ്, സുപ്രീം ഓൾഡ് സ്പൈസ്. അവിടെ എനിക്ക് അവിടുത്തെ ഇന്ത്യൻ കബാബ് സിസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില സമയം എനിക്ക് ഡൗട്ടാണ് എന്ത് കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ നേരെ ഒന്നും നോക്കില്ല, അവിടെ പോയി അതൊക്കെ കഴിക്കും. അതെൻ്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണോ എന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ തലയിൽ കത്തി. അതുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് കുറേ നാടൻ വിഭവങ്ങളും എല്ലാം ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഒരു സ്പോട്ട് പറഞ്ഞു. ഓക്കെ, എന്നെ കൊണ്ട് പോകുമോ തിന്നാൻ? പിന്നെന്താ, ഇത് ആരാണ് പറയുന്നത്? വന്യ. ഓക്കെ വന്യ, എനിക്കൊരു മെസ്സേജ് ഇടൂ, നമുക്ക് പോവാം, നമുക്ക് ചിന്ത ചെയ്യാം, കഴിക്കാൻ. ബിഗ് ബോസ് അൾട്ടിമേറ്റിൽ പോകുമോ? ബിഗ് ബോസ് അൾട്ടിമേറ്റ്. ഓക്കെ, ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന്. അത് പഴയ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു സംഭവം. എനിക്ക് ഒന്ന് ഐ വിൽ ബി ഓണസ്റ്റ്, ഞാൻ നിങ്ങളെല്ലാം പറയുന്ന പോലെ ബിഗ് ബോസ് മെറ്റീരിയൽ പോലെ ഒന്നും അല്ലായിരിക്കും. ലൈക്ക് ബിഗ് ബോസ് എൻ്റെ സംഭവമല്ല. ഞാൻ ബിഗ് ബോസിൽ കയറിയ ഉദ്ദേശം വേറെ ആയിരുന്നു. ഞാൻ എന്നൊരു വ്യക്തി നാട്ടുകാരെ അറിയിക്കാനായിട്ടാണ്, അതൊരു മുഖപരിചയം ഉണ്ടാക്കാൻ. അത് നടന്നു. ഞാൻ എന്തിനാ ബിഗ് ബോസിൽ പോയ ആ കാര്യം എനിക്ക് നടന്നു. അപ്പം ബിഗ് ബോസ് അൾട്ടിമേറ്റ് പോകുന്നെങ്കിൽ അതൊരു പക്ക പ്രോപ്പർ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരിക്കണം. അതെനിക്ക് തോന്നുന്നു ഞാനല്ല. എല്ലാവരും പറയുന്നത് നല്ല മനുഷ്യനായിരിക്കാം. ആകാശ് ഓർ സാബുമാൻ? സാബുമാൻ മതി. സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മ ഇട്ട പേരാണ് ആകാശ്. പക്ഷേ ആകാശ് എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര എന്താ പറയാനാ, ഞാനിപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റിങ്ങിൽ പോകുമ്പോൾ വിളിക്കാൻ പറ്റിയ പേര്. ഇപ്പം എന്നെ ആരെങ്കിലും ആകാശ് എന്ന് വിളിച്ചാൽ ഞാൻ വിചാരിക്കും ഞാനിപ്പോൾ ഏതോ ഓഫീസിലോ അതോ സ്കൂളിലോ ടീച്ചർ എന്തോ വിളിക്കുന്നുണ്ട്. സാബുമാൻ എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര ചില്ലാണ്. പക്ഷേ സാബുമാൻ സത്യം പറഞ്ഞാൽ അതൊരു സ്റ്റേജ് നെയിം പോലൊരു സംഭവമാണ്. ഒഫീഷ്യൽ നെയിം എപ്പോഴും ആകാശാണ്. എല്ലാവർക്കും കാണുമല്ലോ സ്റ്റേജ് നെയിം പോലെ. അതിൻ്റെ ഒരു പെർസോണ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ദിയ ചോദിക്കുന്നു, why did he chose to go to Big Boss? Was there any particular intention behind it? So if so, what? ഓക്കെ, വൈ ബിഗ് ബോസ് എന്നോ? ബിഗ് ബോസ് സത്യം പറഞ്ഞ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ്. കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അപ്പം ഞാൻ എന്തുവാണ്, ഞാനൊരു ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഇപ്പം എന്താ യൂട്യൂബർ, പിന്നെ മേ ബി എനിക്ക് സിനിമയിൽ കയറാൻ ആഗ്രഹം കാണും. അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പം ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലുള്ള ആൾക്ക് എന്താ വേണ്ടത്? വിസിബിലിറ്റി. അപ്പോൾ ബിഗ് ബോസ് ഒരു വലിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഓബിയസ്ലി അത്രയും വിസിബിലിറ്റി നമുക്ക് തരും. അത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ വൈ നോട്ട് ബിഗ് ബോസ്? ബിക്കോസ് ഞാൻ എന്തായാലും ഈ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കോണ്ടന്റ് ക്രിയേഷൻ അങ്ങനെയൊക്കെ തുനിഞ്ഞിറങ്ങിയേക്കുക. എന്തായാലും ഞാൻ ഈ ഫീൽഡിലാണ്. അപ്പോൾ ഓബിയസ്ലി ബിഗ് ബോസ് അങ്ങനെ ഒരു സമയം. ഇപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ വന്നാൽ എന്തായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തുവാ, അതൊരു നല്ലൊരു എന്താ പറയാനാ, ഒരു നല്ലൊരു ലീപ്പ് വന്നു എനിക്ക്. എന്നെ ആർക്കും അറിഞ്ഞൂടായിരുന്നു അത്യാവശ്യം. എന്നെ ആകെപ്പാടെ ചിലപ്പോൾ ട്രിവാൻഡ്രത്തും
കുറച്ചായിട്ട് അറിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ സെലിബ്രിറ്റി പോലെ എന്തോ. ഇപ്പം ഞാൻ സെലിബ്രിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് എൻ്റെ തന്നെ ഞാൻ മെയിൻ സ്ട്രീമിൽ കയറി ഇപ്പം എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്. അപ്പം ഓബിയസ്ലി വൈ നോട്ട്, അതാണ് എൻ്റെ ഇൻറ്റൻഷൻ, കൂടുതൽ പോപ്പുലർ ആവാനായിട്ട്, ഫേസ് വാല്യൂ കൂട്ടാൻ. സൗമാൻ, ലവ് യുവർ സ്മൈൽ. ഓ താങ്ക് യു. എന്ത് പറയാ. What about സൗമാൻ മാരേജ്? കല്യാണം അതിനെ കുറിച്ച് ഞാൻ അങ്ങനെ ആലോചിക്കുന്നില്ല. ഇപ്പം നല്ലൊരു സാഹചര്യം ഒത്തു വന്നാൽ എന്ന് പറഞ്ഞാൽ ഒരാളായിട്ട് ഭയങ്കരമായിട്ട് വൈബ് ചെയ്ത് ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് എനിക്ക് മനസ്സിലാകും ഓക്കെ ഈ കൊച്ചിൻ്റെ കൂടെ എനിക്കൊരു നല്ല ജീവിതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് ആലോചിക്കാം. ഇപ്പം അങ്ങനെ ആരുമില്ല, അതുകൊണ്ട് മാരേജിനെ കുറിച്ച് ഇപ്പം ആലോചിക്കുന്നില്ല. സൗമാൻ, ഒരാൾ ചോദിക്കുന്നു ബ്രോ ജിമ്മിൽ പോവുമോ? ചോദിക്കേണ്ട അവസ്ഥ ഒന്നല്ലോ. പോവും ബ്രോ, ഞാൻ പോവും. ഞാൻ ജിമ്മിലൊക്കെ പോകാറുണ്ട്. ഇപ്പം എനിക്കൊന്ന് കുറച്ച് ഡൗൺ ആയി കാണും. ബിഗ് ബോസിന് മുമ്പ് വരെ ഞാൻ കുറച്ചും കൂടെ നല്ലപോലെ പോവുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എന്ത് കഴിച്ചാലും അപ്പോഴപ്പോഴിങ്ങനെ തടി വയ്ക്കില്ല. അപ്പോൾ ആൾക്കാരൊക്കെ പറയുമോ ജിം എന്നല്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഡയറ്റൊന്നും ഇല്ല, പക്ഷെ വർക്കൗട്ടൊക്കെ നല്ലപോലെ ചെയ്യുമായിരുന്നു. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് എന്തോ സ്ലോ ആയി. ഇപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ജിമ്മിൽ പോലും പോകുന്നില്ലെന്ന്. ഗൈസ്, ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, ആ റിസൾട്ട് കാണുന്നില്ലായിരിക്കും. എന്തായാലും ജിമ്മിൽ പോകുന്നുണ്ട് ഗൈസ്. ബിഗ് ബോസിൽ ചേട്ടൻ എന്തെങ്കിലും സ്ട്രാറ്റജി എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു? ബിഗ് ബോസ് പോയപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഫേസ് വാല്യൂവിന് വേണ്ടിയാണ് പോയത്. അപ്പം എനിക്കങ്ങനെ കോൺട്രവേഴ്സീസോ അതോ അറ്റൻഷൻ വേണമെന്നൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പോകുന്നത്. ബിഗ് ബോസിൽ ഇപ്പം കുറച്ച് പേരാണെങ്കിൽ അവർക്കൊരു പ്ലാൻ സ്ട്രാറ്റജി, ചിലവർ അഗ്രസീവായിട്ട് പോകുന്നത് വിചാരിക്കും, ചിലവർ കോമഡി അപ്രോച്ച് എന്തെങ്കിലുമൊക്കെ എടുക്കും യൂഷ്വലി. ഞാൻ വിചാരിച്ച് ഞാൻ റിയൽ ആയിട്ട് നിൽക്കാം. അത് തന്നെ ഇപ്പം നിങ്ങൾ ഇപ്പം എന്നെ പുറത്ത് കണ്ടാലും ഞാൻ ഇങ്ങനെ തന്നെ, ഞാൻ അവിടെ ഫേക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആരാണ് അത് തന്നെ കാണിച്ച്. അപ്പം എൻ്റെ ഇതിൽ ഞാൻ ബിഗ് ബോസിൽ പോയതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു മനുഷ്യൻ ആരാണെന്ന് കാണിക്കാനായിരുന്നു. അത് നടന്നു. എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തു, അത്ര തന്നെ. ഒരു സ്ട്രാറ്റജി ഇല്ലായിരുന്നു. റിയൽ ആയിട്ട് നിൽക്കണമെന്നായിരുന്നു, ഇങ്ങനെ ഒരാളുണ്ട് എന്ന് അറിയിക്കണമെന്ന്. അത് നടന്നു. ഓക്കെ, താങ്ക് യു. സൗമാൻ, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു നല്ല പോസിറ്റീവ് എനർജിയാണ്. ഓ ഇത് ഞാൻ എന്ത് പറയാനാ. താങ്ക് യു. എനിക്ക് ചിലപ്പോൾ ചിരിയായിരിക്കും. പിന്നെ എല്ലാവരും പറയാറുണ്ട് ഞാൻ കുറച്ച് നല്ല ഓൺ ജിൽ ഫയറാണ്, ഫുൾ പോസിറ്റിവിറ്റിയാണ്. അത് തന്നെ ഞാനായിട്ട് പറഞ്ഞ എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, എനിക്ക് തോന്നുന്ന, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രാമയ്ക്കൊന്നും ഒരു താല്പര്യമില്ല. മേ ബി എനിക്ക് ഡ്രാമയൊന്നും വേണ്ട, ചില്ലായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കണമെന്നുണ്ട്. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത്. How are you feeling post Big Boss and movie projects coming up? Would love to see you in a larger screen. സുഹൃത്തെ, എനിക്കും അതാണ് ആഗ്രഹം. ബിഗ് ബോസ് കഴിഞ്ഞ് സത്യത്തിൽ കൊള്ളാം. ഇപ്പം ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി, ഫെയിം കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അറ്റൻഷൻ കിട്ടുന്നുണ്ട്, അതെല്ലാം അടിപൊളി. ആസ് എ മൂവി പ്രോജക്ട്സ് ഇതുവരെ ഞാൻ ആക്റ്റീവ്ലി നോക്കി തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ എന്ത് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും ഞാൻ എൻ്റെ 2 കൈയും കൊണ്ട് സ്വീകരിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം സിനിമ അങ്ങനെ പറഞ്ഞ് ഇറങ്ങുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം, കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനിപ്പം എൻ്റെ കോണ്ടന്റ് ക്രിയേഷനിൽ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എന്നെ തന്നെ ഇപ്പോൾ ആക്ടിങ്, അഭിനയമൊക്കെ അപ്സ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതും ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ കുറച്ച് കോൺടാക്ട്സ്, നെറ്റ്വർക്കിംഗ് ഒക്കെ ബിൽഡ് ചെയ്ത് നമുക്ക് നോക്കാം. എൻ്റെ ഒരു ആഗ്രഹമാണ് ബ്രോ സിനിമയിൽ കയറണമെന്ന്. അത് നടക്കട്ടെ, അതാണ് ഇനി അടുത്ത ആഗ്രഹം. What is the fitness inspiration of Sauman? ഫിറ്റ്നസ് ഇൻസ്പിറേഷൻ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കുറേ പേരുണ്ട് ഫിറ്റ്നസ് ഇൻസ്പിറേഷൻ. ഞാൻ പണ്ട് കുറച്ച് കാർട്ടൂണൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ ജോണി ബ്രാവോ നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ കുറച്ച് ജോണി ബ്രാവോൻ്റെ സ്റ്റൈലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ജോണി ബ്രാവോൻ്റെ ഫിസിക്ക് ഇരിക്കുന്ന കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര കിടിലമായിട്ട് തോന്നി. എനിക്ക് കൊള്ളാമല്ലോ, അതുപോലെ ആക്കിയെടുക്കണം. പിന്നെ അല്ലാതെ ഞാൻ കുറച്ച് ആനിമേസ് ഒക്കെ കാണുമായിരുന്നു. ഒരു ആനിമയുണ്ട് ഡ്രാഗൺ ബോൾസി എന്ന് പറഞ്ഞാൽ കൊച്ചിലെ കാണുന്നതായിരുന്നു. അപ്പോൾ അതിലൊരു ക്യാരക്ടറുണ്ട്, ലീഡ് ക്യാരക്ടറിൻ്റെ പേര് ഗോക്കു എന്നാണ്. അപ്പോൾ ഗോക്കു ഭയങ്കര ബോഡി, നല്ല ഫിസിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കാണുമ്പം നമുക്ക് തോന്നും, നമുക്ക് പുഷ് ചെയ്യാൻ തോന്നും, അതായത് നമുക്കിങ്ങനെ ഒരു ബോഡി വെക്കണ്ടേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഋത്തിക് റോഷൻ ഫാനിലായിരുന്നു. അപ്പം
ഋത്തിക് റോഷൻ കിട്ടുന്ന ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സ്ക്രീൻസിലൊക്കെ എപ്പോഴും കാണുമ്പോഴും ഞാൻ ലുക്കപ്പ് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ ലീഡ് ആയിട്ടുള്ള എല്ലാവരും ഒരു ഭയങ്കര ഫിസിക് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ ഞാനത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങി. ആദ്യം എനിക്കിങ്ങനെ ബോഡി വെക്കണം എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ പിന്നെ അത് സ്ലോലി എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് തരുന്ന ഒരു തെറപ്യൂട്ടിക് സംഭവമായിരുന്നു. ഇപ്പം ഞാൻ ഡൗൺ ആണെങ്കിലും എന്തുവാണെങ്കിലും ഞാൻ യൂഷ്വലി ജിമ്മിൽ പോകും. എൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഞാൻ ജിമ്മിൽ പോകും. ജിമ്മെന്ന് പറഞ്ഞാൽ ഒരു കിട്ടുന്ന സംഭവമാണ്. അപ്പം ശരിയാ, ഇതൊക്കെയാണ് എൻ്റെ ഫിറ്റ്നസ് ഇൻസ്പിറേഷൻസ്. ഋത്തിക് റോഷൻ, ഡ്രാഗൺ ബോൾ സി എന്നൊരു ആനിമൽ, ഗോക്കു, ജോണി ബ്രാവോ, റോക്കി ബാൽബോവ, അതൊരു പഴയ സിൽവസ്റ്റർ സ്റ്റാലിൻ്റെ സംഭവം. അതൊക്കെ തന്നെ. അതുപോലെ കുറേ ഈ മെയിൻ സ്ക്രീൻസിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ കണ്ട് ഇൻസ്പയർഡ്. പിന്നെ നമ്മൾക്കൊരു ബോഡി തന്നിരിക്കുമല്ലേ, നമുക്കത് എന്തായാലും മാക്സിമം പൊട്ടൻഷ്യൽ കൊണ്ടുപോകണ്ടേ, അതൊക്കെ ആലോചിച്ച് ചെയ്യും. ഷാരൻ ചോദിക്കുന്നു, ഹൗ ഡു യു റിമെയിൻ സോ കാം ആൻഡ് ഹാപ്പി ഡ്യൂറിങ് ദ കംപ്ലീറ്റ് കെയോസ് അറ്റ് BB? ഞാൻ ബിഗ് ബോസ് വീട്ടിലാണെങ്കിലും പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് അവിടുത്തെ സിറ്റുവേഷൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ കുറച്ച് പബ്ലിക് സ്പീക്കിംഗ് അങ്ങനെ കുറച്ച് ആൻസൈറ്റി ഒക്കെ ഉണ്ട്. ഞാൻ അതിലായിരുന്നു ഫോക്കസ്ഡ്. മനസ്സിലോ, അയ്യോ ഇനി ഇപ്പം ഇരുന്ന് എല്ലാവരുടെയും മുമ്പ് ഇരുന്ന് ഓരോ സംസാരിക്കണമല്ലോ, അങ്ങനെയെല്ലാം ആലോചിച്ചത്. അപ്പം ഇവിടെ അടി അടക്കമില്ല, ഞാൻ അത്രയും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കേൾക്കും, ശ്രദ്ധിക്കും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് അവരോട് എല്ലാവരും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കുറേ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഞാനത് അത്രയും എൻ്റെ ഹാർട്ടിൽ ഭയങ്കര പേഴ്സണലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഒരു ഗെയിമിൻ്റെ അകത്താണ്. അപ്പോൾ അവർ പല രീതിയിലും പലതും ചെയ്യും. നമ്മളത് ട്രിഗർ ആവാനൊന്നും പോകണ്ട. അതും ആരും എന്നെ പേഴ്സണലി വന്ന് ഭയങ്കരമായിട്ട് അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല, എന്നെ ട്രിഗർ ചെയ്തിട്ടില്ല. ഓവറോൾ ഒരു സംഭവത്തിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പൊതുവേ നോക്കിയാലും നിങ്ങളൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ ബിഗ് ബോസിലായിരിക്കും, ബിഗ് ബോസിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണമായിരിക്കും. അതായിരിക്കും ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മേ ബി ഞാൻ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലായിരിക്കും, മേ ബി ഞാനൊരു ടൈപ്പ് ഓഫ് ഗെയിം ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ അത് അത്ര ഹാർട്ടിലെടുത്തിട്ടില്ല. അവർ നല്ലറിയിട്ട് പോട്ട്, അത്രേ ഉള്ളൂ. എന്നെ ട്രിഗർ ചെയ്യാനായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല, പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇറ്റ്സ് ഓൾ ഗുഡ്. മേ ബി ഇപ്പം എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്താൽ ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കാം. ഞാൻ ചിലപ്പം അവർക്ക് അങ്ങനെ ഒരു വഴി കൊടുത്തിട്ടില്ലായിരിക്കും പേഴ്സണലി എന്നെ അറ്റാക്ക് ചെയ്യും. അത്ര തന്നെ. പിന്നെ ഞാൻ ജനറലി കുറച്ച് പേഷ്യൻ്റ്, കുറച്ച് കാം ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കാണണം. അത്രയും തന്നെ. അപ്പോൾ ഗൈസ്, നമ്മുടെ Q&A നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യണം. അങ്ങനെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഈസ് കമ്മിങ് ടു ആൻ എൻഡ്. Thank you everybody for watching, and don't forget to subscribe, share and support. This is your man Salman signing off, and see you.